എല്ലാ ആൾക്കാരുടെയും ആഗ്രഹമാണ് വേഗം ഒന്ന് റിട്ടയർ ആവണം, എന്നിട്ടോ മാസം മാസം കയ്യിൽ പൈസ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളത്. എങ്കിൽ ഇന്ന് നമ്മൾ ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു റിട്ടയർ ഇൻ 15 years സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ. മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നിങ്ങൾക്കിപ്പോൾ ഒരു 25 വയസ്സാന്ന് വിചാരിക്കുക, വെറും എക്സാമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസ വരുമാനം ഒരു 50,000 രൂപയാണ് എന്നാണെങ്കിൽ അതിന്റെ പകുതിയായിട്ടുള്ള ഒരു 25,000 വെച്ചുകൊണ്ട് ഒരു 15 കൊല്ലത്തേക്ക് 13% റിട്ടേൺസ് കിട്ടുന്ന വളരെയധികം റിസ്ക് കുറവും എക്സ്പെൻസ് റേഷ്യോ കുറവുമുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ ഒരു 10% സ്റ്റെപ്പ് അപ്പും ചെയ്യാം. അതായത് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ കൊല്ലം 25,000 വെച്ചിട്ടാണെന്നാണെങ്കിൽ അതിന്റെ അടുത്ത കൊല്ലത്തേക്ക് പോകുമ്പോൾ 25,000ന്റെ 10%, അങ്ങനെ എല്ലാ കൊല്ലവും നിങ്ങൾ അങ്ങനെ 10% വെച്ച് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണെങ്കിൽ ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.35 കോടി രൂപയായിരിക്കും. അതായത് നിങ്ങൾ 25-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 40-ാമത്തെ വയസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2.35 കോടി രൂപ ഉണ്ടാവും. ഓക്കെ, ഈ പൈസ നിങ്ങൾ ഒന്നും എടുക്കണ്ട. ആ പൈസ അവിടെ തന്നെ വെച്ചുകൊണ്ട് മാസം മാസം ഒരു 2 ലക്ഷം വെച്ച് എടുത്തുകൊണ്ടിരിക്കുക. അതായത് 40-ാമത്തെ വയസ്സിൽ നമ്മുടെ 2.35 കോടി രൂപയുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് വളരെയധികം സേഫ് ആയിട്ടും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു 10% ഗ്രോത്ത് എന്ന രീതിയിൽ മാർക്കറ്റ് എല്ലാ കൊല്ലവും മേലോട്ട് പോകുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ 2 ലക്ഷം വെച്ച് എല്ലാ മാസം വിഡ്രോ ചെയ്താൽ പോലും എന്നെ കൊണ്ട് ഇതേ സംഭവം ഒരു 29 കൊല്ലം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം എന്റെ കയ്യിൽ 2.35 കോടി ഉണ്ട്. ഞാൻ എല്ലാ മാസവും ഞാൻ 2 ലക്ഷം വെച്ച് എടുക്കുകയാണെങ്കിൽ പോലും ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നത് 24 ലക്ഷമായിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 2.11 കോടി മാർക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ്. മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ആ എമൗണ്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ ആവശ്യമുള്ള പൈസ മാത്രം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിമൈനിങ് ആയിട്ടുള്ള പൈസ ഞാൻ മാർക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ട് മാർക്കറ്റ് ലോങ്ങർ ടൈം ഫ്രെയിം മേലോട്ട് പോകുന്നതോറും എനിക്ക് അവിടെ വീണ്ടും അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഫെർദർ ഒരു പൈസ പോലും എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ടിൽ നിന്ന് സ്മാർട്ടായി സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോവൽ മാത്രം ചെയ്യുമ്പോൾ എന്റെ ആവശ്യത്തിന് എനിക്ക് പൈസ കിട്ടുന്നുമുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള പൈസ ഞാൻ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ എനിക്ക് വീണ്ടും ഇതിന് ബെറ്റർ റിട്ടേൺസ് കിട്ടുന്നു. സോ ഇപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യം ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ 15 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലോ 20 കൊല്ലം ആണെങ്കിൽ പോലും ഇങ്ങനെ സ്മാർട്ടായിട്ട് കണക്ക് വെച്ച് നിങ്ങൾ തുടങ്ങുകയാണെന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഏർലി 40s തന്നെ നിങ്ങളോട് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.